ഇനി നമുക്ക് ചിക്കൻ കപ്സ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അടി കട്ടിയുള്ള പാത്രം വേണം. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. അത് നല്ലോണം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് സവാള ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. എത്ര വഴറ്റാൻ പറ്റുമോ അത്രയും നല്ലോണം വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് 2 പീസ് കറുവപ്പട്ട, 2 പീസ് ഗ്രാമ്പു, 2 പീസ് ഏലക്കായ് എന്നിവ ഇട്ട് കൊടുത്ത് പിന്നെയും നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഇതിൽ മാഗി ക്യൂബ് ഇടുന്നതുകൊണ്ട് തന്നെ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കാവൂ. ഓക്കെ, പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക. അത് നന്നായി വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ സെല്ല റൈസാണ്. ഓക്കെ, ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3 ക്യൂബാണ്. 3 ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിൽ തന്നെ 2 പീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 3 എണ്ണമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ 2 ഉണക്ക നാരങ്ങയില്ലേ, ഉണക്ക നാരങ്ങ കിട്ടും, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഷോപ്പില്? അതിനുശേഷം നമുക്ക് ഒരു മൂടി വെച്ച് അതൊന്ന് തിളക്കാൻ വിടുക. നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കഴുകി വെച്ച ചിക്കന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിൽ നിന്നാണ് ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്ത് പൊരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ കബ്സൻ്റെ പൗഡറാണ്. അതൊരു 1.25 സ്പൂൺ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അഥവാ നിങ്ങളുടെ കയ്യിൽ കബ്സ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗരം മസാല ഇട്ടാലും മതിയാവും. ഓക്കെ, ക്യൂബിൻ്റെ ഇത് ടേസ്റ്റിനോണ്ട് ടേസ്റ്റ് ഒന്നും കുറയുകയൊന്നുമില്ല. ഇതെൻ്റെ അടുത്ത് കബ്സൻ്റെ പൗഡർ ഉള്ളതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.25 ടീസ്പൂണോളം കബ്സ പൗഡർ ഇടുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി ഒരു മൂടി വെച്ച് അത് നല്ലോണം തിളക്കാൻ വിടുക. ഒന്നും കൂടി ഇന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ചിക്കൻ പകുതി വെന്താൽ മതി, കാരണം നമ്മളിത് പൊരിച്ചെടുക്കുന്നതല്ലേ. അതിനുശേഷം നമ്മൾ വെന്ത ചിക്കന് ഓരോന്നായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുക. നമ്മൾ ഇതിലേക്ക് എടുത്തുള്ള 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ആ വെള്ളത്തിലേക്കാണ് നമ്മൾ റൈസ് ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ടത്. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ചിക്കൻ വെന്തത് ആ വെള്ളത്തിലായതുകൊണ്ട് അതിൻ്റെ ഫ്ലേവറും ആ ചോറിന് വരുന്നതായിരിക്കും. നമ്മൾ ഓരോ ചിക്കൻ പീസുകളും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുക. ഇത് കുറച്ച് ടാസ്ക് പോലെ എനിക്ക് തോന്നാറുണ്ട്. അതെടുത്ത് മാറ്റിയിടുക. അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് ഇടുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇല്ല, ഇടുന്ന വീഡിയോ ഇല്ല. ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് ഇടുന്ന വീഡിയോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് 2 ഗ്ലാസ് അരി ഇട്ട് കൊടുക്കുക. നന്നായി കഴുകിയ അരിയാണിത്. അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വേവിച്ച് എടുക്കുക. ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഞാനിതിൽ ഉപ്പ് നോക്കിയാലും കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു മൂടി വെച്ച് അതിനെ മൂടി വെക്കുക. ഓക്കെ,
പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുക, കുറച്ച് ഉപ്പും ചേർത്ത് അത് നന്നായി ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിലിട്ട് എല്ലാം നന്നായി പൊരിച്ചെടുക്കുക. ഒരു ട്രിപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി ഒന്ന് നന്നായി പൊരിച്ചെടുക്കുക. ചിക്കൻ പൊരിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ടോ ഒന്ന് തുറന്ന് നോക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അടി പിടിച്ച് പോകാണ്ടിരിക്കാനാണ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്നും നന്നായി മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കബ്സ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമ്മൾ ചിക്കൻ പീസസ് പൊരിച്ചത് അതിന് മേലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ മല്ലിയിലയാണ്. അതും അതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കബ്സ റൈസ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, വേഗം ഈസിയിൽ ഉണ്ടാക്കുകയും ചെയ്യുക. അത്ര ടൈമൊന്നും വേണ്ട ആവശ്യമില്ല. ചിക്കൻ കഴുകുന്ന ടൈം മാത്രമേ കുറച്ച് ഇതിന് ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ ബിരിയാണീൻ്റെ അത്ര പോലും ഉള്ളിയോ തക്കാളിയോ ഒന്നും ആവശ്യമില്ല. അത്രയും നേരം വയറ്റി ഇരിക്കേണ്ട ആവശ്യമില്ല. കുറച്ചല്ലേ ഉള്ളി ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമുക്ക് ഇതിന് കൂട്ടുന്ന ഒരു ചട്നിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. തക്കാളി ചട്നിയാണ് ഇതിന് കൂട്ടാനുള്ള. അതും കൂടി ഉണ്ടാക്കുന്നതും കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായി വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് പുഴുങ്ങിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ തോലെല്ലാം പോക്കി ഒരു മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ്. വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉപ്പും പഞ്ചസാരയുമാണ് ഇതിലേക്ക് ആവശ്യം. പിന്നെ നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഇല്ലെങ്കിൽ വറ്റൽമുളകാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. നന്നായി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിന് കൂട്ടാനുള്ള സോസുമായി. അപ്പം കബ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഞാൻ കുറേ വീഡിയോസ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം റെസിപ്പി വേണമെങ്കിൽ ഏതെല്ലാം വെച്ചാൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ റെസിപ്പി ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പം സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റും ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.